ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂർ ജയിലിന് പുറത്തിറങ്ങി. തീരുമാനം ഹൈക്കോടതിയുടെ അസാധാരണ നീക്കം മുന്നിൽ കണ്ടാണ്. ബോബി ചെമ്മണ്ണൂർ നാടകം കളിക്കരുതെന്നും റിമാൻഡ് തടവുകാരുടെ വക്കാലത്ത് ഏറ്റെടുക്കേണ്ടെന്നും ഹൈക്കോടതി. ജാമ്യം റദ്ദാക്കുമെന്ന് ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. ഇന്നലെ എന്തുകൊണ്ട് പുറത്തിറങ്ങിയില്ലെന്ന് 12 മണിക്കകം ബോബി വിശദീകരിക്കണമെന്നും കോടതി പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദും അർച്ചനയും ചേരുന്നുണ്ട്. സാലി, കോടതി വലിയ ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ബോബി കളിക്കുന്നത് നാടകം തന്നെയാണ്. ഇന്നലെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടും പുറത്തിറങ്ങാതെ നാടകം കളിച്ചത്, ആ നാടകം കളി കോടതിയോട് വേണ്ടെന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ വേണമെങ്കിൽ ജാമ്യം റദ്ദാക്കും. 12 മണി എന്ന് പറയുന്നത് ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് നിർണായകമാണ്. കോടതി നൽകിയിരിക്കുന്ന സമയമാണ് 12 മണിക്കകം വിശദീകരണം നൽകണം. എന്തുകൊണ്ട് പുറത്തിറങ്ങിയില്ല ഇന്നലെ? അതോടൊപ്പം തന്നെ റിമാൻഡ് തടവുകാരുടെ വക്കാലത്ത് ഏറ്റെടുക്കാൻ ബോബി ചെമ്മണ്ണൂർ ആരെന്നുള്ള ചോദ്യം കൂടി ചോദിച്ചിരിക്കുന്നു. എന്താണ് ഇന്ന് നടന്ന നാടകീയ സംഭവങ്ങൾ കോടതിയിലും ഒപ്പം ജയിലിന് പുറത്തും? സിജു, ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകനെ അക്ഷരാർത്ഥത്തിൽ നിർത്തിപ്പൊരിക്കുകയായിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയാം. വലിയ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കോടതിയെ പ്രകോപിപ്പിച്ചത് ഇന്നലെ ബോബി ചെമ്മണ്ണൂരെടുത്ത ഏറ്റവും ഒടുവിലത്തെ നടപടിയാണ്. നമുക്കറിയാം, ഇന്നലെ രാവിലെ കേസെടുത്ത് ഉച്ചയ്ക്ക് 3:45 കൂടി ജാമ്യം നൽകിക്കൊണ്ട് ഉത്തരവ് പുറത്തിറക്കി. ഉടനെ തന്നെ ഉത്തരവിൻ്റെ പകർപ്പ് ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകന് കൊടുത്ത് മജിസ്ട്രേറ്റ് കോടതിയിലെത്തി. മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് റിലീസിംഗ് ഓർഡർ എത്തി. പക്ഷേ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ അവർ തയ്യാറായില്ല. എന്നിട്ട് അതിനവർ പറഞ്ഞ ന്യായമാകട്ടെ, ഈ ജയിലിൽ ഒരുപാട് റിമാൻഡ് തടവുകാർ കഴിയുന്നുണ്ട്, അവരെയൊക്കെ മോചിപ്പിച്ചാലേ താൻ പോകുകയുള്ളൂ എന്ന അങ്ങേറ്റം വിചിത്രമായൊരു നിലപാട് ബോബി ചെമ്മണ്ണൂർ സ്വീകരിച്ചു. അതാണ് കോടതിയെ പ്രകോപിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ. ഇന്ന് രാവിലെ ഒരു 9:30 ഇതൊരു പ്രത്യേകമായി പരിഗണിക്കാൻ ആ ബെഞ്ച്, ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് തീരുമാനിക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു 10:15 ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകനോട് നേരിട്ട് കോടതിയിൽ എത്താൻ പറഞ്ഞു. ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ നേരിട്ട് 10:15 കോടതിയിൽ എത്തിയപ്പോൾ കോടതി ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്താണ്? നാടകം കളിക്കുകയാണോ എന്നുള്ളതാണ്. അതായത് നാടകം കളിക്കുകയാണ് എന്ന വിമർശനമാണ് കോടതി പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. അത് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന സമീപനമാണ്. അത് അങ്ങനെ വെല്ലുവിളിക്കുന്നവരെ എന്ത് ചെയ്യണമെന്ന് കോടതിക്കറിയാം. എല്ലാത്തിനും മീതെയാണ് നിയമം, നീതിന്യായ വ്യവസ്ഥ. തനിക്ക് മേലെ ആരുമില്ലെന്നാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ധാരണ. പക്ഷേ അയാൾക്ക് മേലെ, ബോബിക്ക് മേലെ കോടതിയുണ്ട് എന്ന് ഓർമ്മ വേണം എന്നുള്ളതാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ബോബിയുടെ അഭിഭാഷകനോട് പറഞ്ഞത്. ഏതായാലും ഒരു കാര്യം, കോടതി ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. അയാളുടെ വളരെ വ്യക്തമായും മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്, ചില ചോദ്യങ്ങൾ, ചില സംശയങ്ങളുമുണ്ട്. പൊതുസമൂഹത്തിനടക്കം ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂർ കാണിക്കുന്നത് വിഡ്ഢിത്തമാണ്, അല്ലെങ്കിൽ വിവരമില്ലായ്മ എന്ന് പറയാം. പക്ഷേ ചോദിക്കുന്ന ഒരു ചോദ്യം, ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കാഞ്ഞത് എന്താണ്? വിവരമുള്ള വക്കീലന്മാരും ഇല്ലായിരുന്നു എന്നുള്ളൊരു ചോദ്യം പൊതുജനങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്താണ് ഈ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാതിരുന്നതിൻ്റെ കാരണമായി അഭിഭാഷകർ പറയുന്നത്? അത് വെറും നാടകം തന്നെയായിരുന്നു സിജു. അതായത് ഇയാൾ ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയുടെയൊക്കെ ആളാണ്. ഏതെങ്കിലും തരത്തിൽ പബ്ലിസിറ്റി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലും തൻ്റെ ചിങ്കടികളെയൊക്കെ ഉപയോഗിച്ചൊരു പബ്ലിസിറ്റി ഉണ്ടാക്കാം എന്ന് അതിന് ഏതു വിധേനയും എന്ത് അധമ മാർഗവും സ്വീകരിക്കുന്ന ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ എന്നൊരു ആക്ഷേപം പൊതുവിൽ സമൂഹത്തിലുണ്ട്. അതാണ് ഇന്നലെ യഥാർത്ഥത്തിൽ കണ്ടത് എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ആ മാർഗം സ്വീകരിച്ചത് മറ്റാരോടുമല്ല, സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയായ ഹൈക്കോടതിയോടായിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ പെട്ടു എന്നുള്ളതാണ് വസ്തുത. കോടതിയോട് കളിക്കാൻ പോയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ മികച്ച ഉദാഹരണമാണിത്. കോടതി ഇന്നലെ ഇയാൾക്കൊരു ഇളവ് നൽകിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ജാമ്യം നൽകിയത്. ആ നടി നൽകിയ പരാതിയിൽ ഇയാൾക്ക് സത്യത്തിൽ ജാമ്യത്തിന് അർഹതയില്ല എന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഉത്തരവിൽ എഴുതി ചേർത്തിട്ടുണ്ട്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇയാൾ നീതിന്യായ വ്യവസ്ഥയും അന്വേഷണവുമൊക്കെ സഹകരിക്കുമെന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യം നൽകുന്നു എന്നാണ് ഇന്നലെ ജാമ്യ ഉത്തരവിൽ പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ അയാൾക്ക് ഇന്നലെ കിട്ടിയത് കോടതിയുടെ ഒരു കനിവാണ്, ഒരു ഇളവാണ്. ആ ഇളവ് സ്വീകരിച്ചുകൊണ്ട് മിണ്ടാതെ കോടതിയിൽ നിന്ന് ഇറങ്ങി പോകേണ്ടതിന് പകരം, ഞാൻ കോടതിയിൽ നിന്ന് ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങി പോകേണ്ടതിന് പകരം ഞാൻ ജയിലിൽ ഇരിക്കാൻ പോവാണ്, ജയിലിൽ ഇതുപോലെ എന്നെ ഒരുപാട് തടവുകാരുണ്ട്, അവർക്ക് പലർക്കും വക്കീലന്മാരില്ല, ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പണമില്ല, അതുകൊണ്ട് അവരെയൊക്കെ മോചിപ്പിച്ചതിന് ശേഷമേ താനിറങ്ങുമെന്ന അങ്ങേറ്റം വിചിത്രമായൊരു വാദം അയാൾ സ്വീകരിക്കുകയും, അയാളുടെ ലക്ഷ്യം ഇത് തന്നെയായിരുന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പബ്ലിസിറ്റി എന്ന കേവലമായ ലക്ഷ്യത്തിന് വേണ്ടി കോടതിയെ കരുവാക്കി കോടതിയെ കബളിപ്പിച്ചു. അതാണ് കോടതിയെ പ്രകോപിപ്പിച്ച കാര്യം. നാടകം കോടതിയോട് വേണ്ട എന്നാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. ഈ വാദത്തിൻ്റെ കോടതി പറഞ്ഞു, ഏതായാലും കോടതി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ജാമ്യം റദ്ദാക്കാൻ പോവാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. പക്ഷേ അടുത്ത വാചകത്തിൽ കോടതി അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വിശദീകരണം നൽകണം എന്ന് പറഞ്ഞത് മാത്രമാണ് ഒരു ആശ്വാസമായിട്ടുള്ള കാര്യം. നമ്മളൊക്കെ വിചാരിച്ചത്, ഓൺലൈനിൽ കയറിയിരുന്ന മാധ്യമപ്രവർത്തകരും കോടതി മുറികളിലുണ്ടായിരുന്ന അഭിഭാഷകരും വിചാരിച്ചത്
ഈ ബോണ്ട് ഈ ജാമ്യം റദ്ദാക്കിക്കൊണ്ട് കോടതി ഓർഡർ പറയാൻ പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു ഇളവ്, ഒരു ആനുകൂല്യം അവസാന നിമിഷവും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ബോബിക്ക് കൊടുത്തു എന്നുള്ളതാണ് വസ്തുത. എന്തെങ്കിലും പറയാണ്ടെങ്കിൽ 12 മണിക്ക് ഒന്ന് പറഞ്ഞ് കോടതിയെ ബോധ്യപ്പെടുത്തൂ എന്നതാണ് കോടതി പറഞ്ഞത്. അപ്പം എന്തുകൊണ്ടാണ് ഇന്നലെ ഇറങ്ങാതിരുന്നുള്ളതിന് കോടതിക്ക് ബോധ്യപ്പെടുന്ന കൺവിൻസിംഗ് ആയ ഒരു വിശദീകരണം നൽകാൻ അയാൾ ബാധ്യതപ്പെട്ട്, അയാളുടെ അഭിഭാഷകൻ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള വളരെ പ്രശസ്തനായ ഒരു അഭിഭാഷകനാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ വക്കാലത്തുള്ളത്. പക്ഷേ അയാൾക്കും ഇന്ന് കോടതിക്ക് മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഇന്ന് കോടതി മുറിയിലുണ്ടായി. അപ്പോൾ അതിന് ഒറ്റ കാരണം ബോബി ചെമ്മണ്ണൂരിൻ്റെ പിടിവാശിയും നമ്മൾ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ത്വരയും മാത്രമാണ്. അത് പക്ഷേ കോടതിയുടെ മുമ്പിൽ നടക്കില്ല. ഈ റിമാൻഡ് തടവുകാരെല്ലാം മോചിപ്പിച്ചിട്ട് ഇറങ്ങുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അവരുടെ വക്കാലത്ത് ഏറ്റെടുക്കേണ്ട ബോബി ചെമ്മണ്ണൂർ. അതിന് കോടതിയും ഈ രാജ്യത്ത് നിയമ നീതിന്യായ വ്യവസ്ഥയുമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. 12 മണിക്ക് ഒന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ, കോടതിയെ മനസ്സ് മാറുന്ന രീതിയിൽ വളരെ വിശദമായ ഒരു സത്യവാങ്മൂലം നൽകുക. ആ സത്യവാങ്മൂലം കോടതി വായിച്ചിട്ട് ചോദ്യം ചോദിക്കും. അതിനും കൺവിൻസിംഗ് ആയ ഒരു മറുപടി വക്കീൽ പറയുക. പറഞ്ഞില്ലെങ്കിൽ അയാളിപ്പോൾ സിറ്റി തന്നെയുണ്ട്, അയാൾ പോലീസിൻ്റെ നിഴലിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ വിശദമായി തന്നെ എപ്പോൾ കോടതി പറഞ്ഞാലും അയാൾ അറസ്റ്റ് ചെയ്ത് വീണ്ടും ജയിലിൽ അടയ്ക്കാനുള്ള സംവിധാനവും സിറ്റി പോലീസ് ചെയ്തിട്ടുണ്ട്. ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് പിന്നാലെ പോലീസും പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തെ ഈ ജയിൽ വകുപ്പിന്റെ ജയിൽ അധികൃതരുടെ നിലപാട് കൂടി ഹൈക്കോടതി ഒരുപക്ഷെ ആരായേണ്ടതുണ്ട്. കാരണം ഇന്നലെ ബെയിൽ ഓർഡർ പുറത്തു വരുന്നു. ബെയിൽ ഓർഡർ പുറത്തു വന്നാൽ സ്വാഭാവിക നടപടിക്രമം അന്ന് തന്നെ അവിടെ എത്തിക്കുക, എല്ലാവരും ഉടൻ തന്നെ പുറത്തിറങ്ങാനാണ് ശ്രമിക്കുക. അവിടെ ജയിൽ അധികൃതർക്ക് ബെയിൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ, ജാമ്യവ്യവസ്ഥകളും പാലിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ പുറത്തിറക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായും എന്തുകൊണ്ട് അവിടെ ജയിൽ അധികൃതരോട് വിശദീകരണം തേടേണ്ടതുണ്ട്? ജയിൽ അധികൃതർക്ക് ഇക്കാര്യത്തിൽ നിലപാട് പറയാവുന്നതാണ്. ആ ബെയിൽ ഓർഡർ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് ജയിൽ അധികൃതർ നടപടിയെടുത്തു എന്നുള്ളൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നില്ലേ? നടപടി എടുത്തില്ലെങ്കിൽ ഒരു ചോദ്യം ഉയർന്നു വരുന്നില്ലേ അവിടെ? അല്ലാതെ അത് പ്രതിയുടെ അഭിഭാഷകനാണ് വിശദീകരിക്കേണ്ടത്. കാരണം പ്രതിയുടെ അഭിഭാഷകനാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് കൈപ്പറ്റി അത് അയാളെ റിമാൻഡ് ചെയ്ത മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി, മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് റിലീസ് ഓർഡർ വാങ്ങി കോടതിയിൽ പോയി ജയിലിൽ പോയി ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടയാൾ ഇയാളുടെ അഭിഭാഷകനാണ്. അപ്പോൾ അഭിഭാഷകൻ്റെ വിശദീകരണമാണ് പ്രധാനപ്പെട്ടത്. ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ മാത്രമേ ജയിലധികൃതരുടെ വാദത്തിനോ അല്ലെങ്കിൽ നിലപാടിൻ്റെ പ്രസക്തിയുള്ളൂ. അപ്പോൾ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല, അത് ബോധ്യപ്പെട്ട കാര്യം. അപ്പോൾ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് പറയേണ്ടത് ഈ അഭിഭാഷകൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അഭിഭാഷകനെ കോടതി നേരിട്ട് വിളിപ്പിച്ചതും അതിൽ വിശദീകരണം തേടിയിരിക്കുന്നതും. അപ്പോൾ അയാൾ എന്തു പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും 12 മണിക്ക് കോടതി ചേരും. കോടതിയിൽ ഈ ബോബിയുടെ അഭിഭാഷകൻ എത്തും. അയാൾ അതിനു മുമ്പ് സ്റ്റേറ്റ്മെൻറ്റ് നൽകും. ആ സ്റ്റേറ്റ്മെൻറ്റ് കോടതി വായിച്ചതിന് ശേഷം ഓപ്പൺ കോടതിയിൽ അഭിഭാഷകനോട് ചോദ്യം ചോദിക്കും. അതിൽ കൺവിൻസിംഗ് ആയി മറുപടി പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യും. ബോണ്ട് ഈ ജാമ്യം റദ്ദാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കും. ജാമ്യം റദ്ദാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അയാൾ അറസ്റ്റ് ചെയ്ത് അയാൾ റിമാൻഡ് ചെയ്ത കോടതിയിൽ നേരിട്ട് ഹാജരാക്കാം, അല്ലെങ്കിൽ ജയിലിലും ഹാജരാക്കാം. അതാണ് നിയമം. അപ്പോൾ എവിടെ ഇയാൾ സിറ്റിക്കുള്ളിലുണ്ടെങ്കിൽ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്ത് വീണ്ടും ജയിലിൽ അടയ്ക്കാനുള്ള സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് കോടതിക്ക് തോന്നുന്നത് പോലെയാണ്. കോടതി അക്കാര്യത്തിൽ കോടതിയെ കൺവിൻസ് ചെയ്യാൻ ഈ ബോബിയുടെ ആദ്യം ചോദിച്ച ചോദ്യം തന്നെ പ്രസക്തമായിരിക്കുകയാണ്. കാരണം ഈ നിയമത്തിൽ ഈ കക്ഷിക്ക് നിയമപരിജ്ഞാനം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രതിക്ക് നിയമപരിജ്ഞാനം ഇല്ലെങ്കിൽ അത് ഉപദേശിക്കേണ്ട ആളാണ് അഭിഭാഷകൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹൈക്കോടതിയിലെ തന്നെ ഏറ്റവും സീനിയർ അഭിഭാഷകരാണ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ വളരെ പ്രമാദമായ ഒരു കേസിൽ ഒരുപക്ഷെ ഈ ജാമ്യം അനുവദിച്ചത് തന്നെ ഹൈക്കോടതിയിൽ ഹാജരായ ആ സീനിയർ അഭിഭാഷകന്റെ ഒരു മിടുക്ക് കൂടി കൊണ്ടായിരിക്കാം ജാമ്യം കിട്ടുകയും ചെയ്തത്. ആ സാഹചര്യത്തിൽ ഇത്ര പ്രമാദമായ വിവാദമായ ഒരു കേസിൽ ഇങ്ങനെ നടപടിക്രമങ്ങൾ ഉണ്ടാകാം, ഹൈക്കോടതിയെ വിരളി പിടിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഭിഭാഷകന് തന്നെ ഈ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യുകയും ഇന്നലെ തന്നെ പുറത്തിറങ്ങാനുള്ള നടപടികൾക്ക് പോവുകയും ചെയ്തുകൂടായിരുന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അവിടെയാണ് സാലി പറഞ്ഞ പോലെ തികച്ചും പെറ്റി നാടകം കളിക്കുകയാണ്, പെറ്റി മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി നാടകം കളിക്കുകയാണ് ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയേണ്ടി വരുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അത് കോടതിക്ക് ബോധ്യപ്പെട്ടു. കോടതി അത് പറയുകയും ചെയ്തു. മാധ്യമ ശ്രദ്ധയ്ക്ക് ഒക്കെ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് കോടതിയോട് വേണ്ട എന്നാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം എന്താണ് നടക്കുന്നതെന്ന് കോടതിക്ക് നല്ല ബോധ്യമുണ്ട്, എന്താണ് സംഭവിച്ചതെന്ന് ബോധ്യമുണ്ട്. അത് വക്കീലിൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്ന് കോടതിക്ക് മനസ്സിലായി എന്നുള്ളതിനൊരു വാചകം കോടതി പറഞ്ഞു. ആ അഭിഭാഷകൻ്റെ മാന്യതയും കൂടി അയാൾ കളഞ്ഞു എന്നതും കൂടെ ഒരു കമൻറ്റ് കോടതി പറയുന്നുണ്ട്. അതിനർത്ഥം അഭിഭാഷകൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റല്ല, ബോബി ചെമ്മണ്ണൂരിൻ്റെ പിടിവാശിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ഏത് അധമ മാർഗവും സ്വീകരിക്കുന്ന ഒരാളെന്ന ഇമേജും
അയാൾ അങ്ങനെ ഉപയോഗിക്കുകയാണ്. അയാൾ ബിസിനസ്സിന് വേണ്ടിയാകാം, സമ്പന്നനാകാൻ വേണ്ടിയാകാം, അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടിയാകാം, എന്തിനു വേണ്ടിയാണെങ്കിലും അയാൾ പൊതുസമൂഹത്തിൽ ഇക്കാലങ്ങളിൽ അത്രയും ചെയ്തിരുന്നത് ഇപ്പോൾ പക്ഷേ ഒടുവിൽ കോടതിയോട് ചെയ്തു എന്നുള്ളതാണ് അയാൾ ഇപ്പോൾ പെടാൻ കാരണം. അത് പെട്ടു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പെട്ടു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ കോടതിക്ക് കനിവുണ്ടെങ്കിൽ കോടതി അയാൾക്ക് അയാളുടെ ജാമ്യം റദ്ദാക്കിക്കൊണ്ടൊരു തീരുമാനം പറയില്ല എന്ന് പറയാം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി കോടതിക്ക് ഈ വിശദീകരണമൊന്നും ബോധ്യപ്പെടാത്ത സാഹചര്യമാണെങ്കിൽ കോടതി ഈ ജാമ്യം റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിടുന്നതിന് ഒരു നിയമ തടസ്സവുമില്ല. കാരണം കണ്ടീഷൻ ബെയിലാണ് കൊടുത്തിരിക്കുന്നത്. ഉപാധികൾക്ക് എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ ആ ഉപാധി വീഴ്ച വരുന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ജാമ്യം റദ്ദാക്കാൻ രാജ്യത്ത് വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ ഈ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ സിംഗിൾ ബെഞ്ച് ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ അയാളുടെ ജാമ്യം റദ്ദാകും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് അയാളെ പിടിച്ച് വീണ്ടും ജയിലിലിടും എന്നുള്ളതാണ് സാഹചര്യം. ഏതായാലും 12 മണിക്ക് അറിയാം എന്താണ് ഇയാൾ പറയാൻ പോകുന്നത്, എന്താണ് ഇയാളുടെ വക്കീൽ പറയാൻ പോകുന്നത്, എന്ത് വിശദീകരണമാണ് നൽകാൻ പോകുന്നത്, അതിനോട് കോടതി എന്ത് സമീപനമാണ് സ്വീകരിക്കാൻ പോകുന്നത്, കോടതിക്ക് അത് കൺവിൻസിങ് ആയോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഒരു 12-12:15 ഉത്തരം കിട്ടും. അയാൾ ജയിലിലേക്കാണോ അതോ പുറത്ത് മോചിതനായി നടക്കേണ്ടി ഹൈക്കോടതിയുടെ അതായത് ജഡ്ജിയുടെ വിവേചനാധികാരം എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ് ഈ സാഹചര്യത്തിൽ. നിയമത്തിൻ്റെ ചട്ടക്കൂടുകളിലും വ്യവസ്ഥകൾക്കും ഉപരിയായി ഈ ബോബി ചെമ്മണ്ണൂർ കാട്ടിക്കൂട്ടിയ ഈ വിവരക്കേട്, അങ്ങനെ തന്നെയാണ് പറയേണ്ടുള്ളത്, ആ വിവരക്കേടിൽ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ഇനി 12 മണിക്ക് അറിയേണ്ടത്.